നമസ്തേ. ഒരുപാട് കഷ്ടപ്പാടുകൾക്കും പ്രതിസന്ധികൾക്കും ഇടയിലൂടെ ജീവിതം കരുപിടിപ്പിച്ചു കൊണ്ടുവരുന്ന സമയത്ത്, വിജയത്തിലേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് ത്രെട്ടുകളും ചലഞ്ചസും പ്രതിസന്ധികളും ഒക്കെ ഒരുമിച്ച് വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഒരുപാട് പരീക്ഷണങ്ങൾ, ഉയരങ്ങളിലേക്ക് പോകുന്നതിനനുസരിച്ച് കട്ടി കൂടിയ പരീക്ഷണങ്ങൾ നേരിടേണ്ട വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ആ പരീക്ഷണങ്ങളിൽ പലപ്പോഴും മൊത്തത്തിൽ തകർത്ത് കളയാൻ പാകത്തിന്, അല്ലെങ്കിൽ തുടങ്ങിയതിനേക്കാളും താഴേക്ക് എത്തിക്കാൻ പാകത്തിന് വരെ ശക്തമായിട്ടുള്ള ചലഞ്ചസ് ആയിരിക്കും ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. എന്തുകൊണ്ടാണ് പ്രപഞ്ചം ഇങ്ങനെ ഉയരത്തിലേക്ക് പോകുന്ന ആളുകളെ പരീക്ഷിക്കുന്നത് എന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടോ? പ്രപഞ്ചത്തിന് ആർ യു ഫിറ്റസ്റ്റ് ഇനഫ് ടു റീച്ച് ഇൻ ടു അനദർ ലെവൽ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. ഇത്തരത്തിൽ ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രതിസന്ധികളും അതിനെ എങ്ങനെ തരണം ചെയ്യാൻ സാധിക്കും, ആത്മീയമായിട്ടുള്ള രീതിയിൽ ശക്തമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും, ജീവിതത്തിലും അതിനുശേഷവും എങ്ങനെ വിജയത്തിലേക്കും മോക്ഷത്തിലേക്കും സഞ്ചരിക്കാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് തന്നെ എന്തൊക്കെയാണ് ചലഞ്ചസ് അല്ലെങ്കിൽ ട്രാപ്സ്, സ്പിരിച്വൽ ട്രാപ്സ് അല്ലെങ്കിൽ മൈൻഡ് ട്രാപ്സ്, നമ്മളെ തന്നെ നമ്മളുടെ വളർച്ചയിൽ നിന്ന് പിന്നോട്ടടിക്കുന്നതായിട്ടുള്ള ഇത്തരത്തിലുള്ള കെണികൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് കലിയുഗമാണ്. അതുകൊണ്ട് തന്നെ സമൂഹം, ജനങ്ങൾ, വ്യക്തികൾ പ്രത്യേക സ്വഭാവമുള്ള ആളുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ക്രിമിനൽ ആക്ടിവിറ്റീസ് കൂടുകയാണ്, ചതിയും വഞ്ചനയും കൂടുകയാണ്. അതുപോലെ മറ്റു രീതിയിലുള്ള പല രീതിയിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യൻ മറ്റുള്ളവരെ പറ്റിച്ചും ചതിച്ചും വഞ്ചിച്ചും എങ്ങനെയാണ് തന്റെ കീശയിലേക്ക് പണം വരുത്തുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. പണത്തിനോടുള്ള അമിതമായിട്ടുള്ള ആസക്തി കാരണം സ്വബുദ്ധി വരെ നശിച്ചു പോയിരിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇന്ന് പല ആളുകളും എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറ്റകൃത്യങ്ങളും അത്ര കണ്ട് വർദ്ധിക്കുന്നതായിട്ടും മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നതായിട്ടും നമുക്ക് വേൾഡ് വൈഡ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു അവസ്ഥയിൽ മറ്റു വ്യക്തികളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും സ്ഥലങ്ങളിൽ നിന്നുമുള്ള അറ്റാക്സ് അല്ലെങ്കിൽ അക്രമങ്ങളാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾ ബിസിനസ്സിലായിരിക്കാം, കലാപരമായിട്ടുള്ള മേഖലയിലായിരിക്കാം, രാഷ്ട്രീയത്തിലായിരിക്കാം, മറ്റെന്തെങ്കിലും രീതിയിലുള്ള മേഖലയിൽ ഉയരത്തിലേക്ക് പോകുന്ന സമയത്ത് മറ്റുള്ള വ്യക്തികളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും വരുന്നതായിട്ടുള്ള ത്രെഡ്സ് അല്ലെങ്കിൽ സമൂഹങ്ങളിൽ നിന്ന്, സംഘങ്ങളിൽ നിന്ന് വരുന്നതായിട്ടുള്ള അപകടങ്ങൾ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ സമയത്ത് സംയമനത്തോടെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ലോജിക്കൽ ബ്രെയിനിനെ ഉപയോഗിച്ചുകൊണ്ട് കാംനെസ്സിനെ കൈവിടാതെ ശാന്തമായിക്കൊണ്ട് കാര്യങ്ങളെ അതീവ വിവേകത്തോടു കൂടി കൈകാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു. ഇവിടെയാണ് നമ്മൾ പ്രാവുകളെ പോലെ നിഷ്കളങ്കരും സർപ്പങ്ങളെ പോലെ വിവേകികളുമാകേണ്ടിയിരിക്കുന്നത്. മറ്റുള്ള പരിഹാരങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് അടുത്തതായിട്ടുള്ള സ്പിരിച്വൽ ട്രാപ്പിന്റെ അടയാളം എന്താണ് എന്നുള്ളത് നോക്കാം. വ്യക്തികൾ വഴിയാണെങ്കിലും സാഹചര്യങ്ങൾ വഴിയാണെങ്കിലും നിങ്ങൾക്ക് ചലഞ്ചസ് ഉണ്ടാകുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ വീണുപോയിട്ടുണ്ടായിരിക്കാം. ആ സമയത്ത് നിങ്ങൾക്ക് ബൗൺസ് ബാക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത്, റെസിലിയൻസ് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത്, അതായത് ഒരു വീണുപോയ സാഹചര്യത്തിൽ നിന്ന് ഒരു റബ്ബർ പന്ത് നിലത്തെറിയുന്ന സമയത്ത് പൊന്തി വരുന്നത് പോലെ ഉയർന്നു വരാനായിട്ട് സാധിക്കുന്ന ഫിറ്റസ്റ്റ് ആയിട്ടുള്ളവരെയാണ് പ്രപഞ്ചം അടുത്ത തട്ടിലേക്ക് കയറ്റിവിടുന്നത്. സോ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ ടെസ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള കുഴികളിൽ വീഴുക എന്നുള്ളതാണ് അടുത്തതായിട്ടുള്ള അടയാളം എന്ന് പറയുന്നത്. അതായത് ആദ്യം ത്രെട്ടാണ് വന്നത്, അതിനെ ഫേസ് ചെയ്യാൻ നിങ്ങളുടെ അടുത്ത് വഴികളുണ്ട്. ചിലപ്പോൾ അത് പരാജയപ്പെട്ട് കുഴിയിൽ വീണാലും വീണ്ടും എഴുന്നേക്കാനുള്ള കപ്പാസിറ്റി ഉള്ളവർക്കാണ് വിജയം എന്ന് പറയുന്നത് കുത്തകയായിട്ടുള്ളത്. അടുത്തതായിട്ടുള്ള സ്പിരിച്വൽ അല്ലെങ്കിൽ ഒരു മൈൻഡ് ട്രാപ്പിന്റെ അടയാളം എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമായിട്ട് വരുന്ന മാറ്റത്തിനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല, മാറാനായിട്ട് സാധിക്കുന്നില്ല, ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതായത് സ്വയം പരിവർത്തനം, മാറ്റം വരുത്താനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ള അവസ്ഥ വളരെ ഭീകരമായിട്ടുള്ള ഒരു ത്രെട്ടാണിത്. കാരണം നമ്മൾ പല സാഹചര്യങ്ങളായിരിക്കുന്ന സമയത്ത് അടുത്ത ലെവലിലേക്ക് ഉയരണമെങ്കിൽ ആദ്യത്തെ സാഹചര്യത്തിൽ നിന്നും അതിനേക്കാളും മുകളിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാലാവസ്ഥയിലേക്ക്, വ്യത്യസ്തമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് പോകേണ്ടതായിട്ടിരിക്കുന്നു. ആത്മീയമായിട്ടോ ഭൗതികമായിട്ടോ മാനസികമായിട്ടോ ബൗദ്ധികമായിട്ടോ ഒക്കെ. അപ്പൊ ആ സാഹചര്യങ്ങളിലേക്ക് ഇവോൾവ് ചെയ്യാൻ പറ്റാതെ, പരിണാമത്തിനെ ഉൾക്കൊള്ളാൻ പറ്റാതെ വരുന്ന സമയത്ത് സ്റ്റാഗ്നേഷൻ ഉണ്ടാകും. അതങ്ങനെ ഒരു സ്പിരിച്വൽ ട്രാപ്പ് അല്ലെങ്കിൽ ഒരു ആത്മീയമായിട്ടുള്ള കെണി അല്ലെങ്കിൽ ഒരു മൈൻഡ് ട്രാപ്പ് എന്നുള്ള രീതിയിൽ പരിണമിക്കാനുള്ള സാധ്യതയുമുണ്ട്. അടുത്ത കെണി എന്ന് പറയുന്നത് ഒരു ഉദാഹരണത്തിലൂടെ പറയാം. ഒരു വ്യക്തിക്ക് ദുശ്ശീലങ്ങളുണ്ട്, പുകവലിക്കുന്നതോ മദ്യപാനം നടത്തുന്നതോ ആയിട്ടുള്ള ദുശ്ശീലങ്ങൾ ഉണ്ട് എന്ന് വിചാരിക്കുക. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മനസ്സിൽ എപ്പോഴും പറയുന്നുണ്ട്, ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്, ശരീരത്തിന് കേടുവരും, ബുദ്ധിക്ക് കേടുവരും, ബ്രെയിനും മനസ്സിനും ശാരീരിക അവയവങ്ങൾ നശിക്കുകയും മറ്റുള്ളവർക്കും കൂടെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് അയാളുടെ മനസ്സിലുണ്ട്. അതാണ് അയാളുടെ വാല്യൂ എന്ന് പറയുന്നത്. എന്നാൽ അയാളുടെ ബിഹേവിയർ എന്ന് പറയുന്നത് ഈ വാല്യൂസിനെ, ഈ മൂല്യങ്ങളെ അല്ലെങ്കിൽ ഈ പറയുന്ന വിശ്വാസങ്ങളെ തകർക്കുന്നതായിട്ടുള്ളതാണ്. ആ സമയത്ത് അത് അയാൾക്കും ചുറ്റിനുള്ളവർക്കും ദോഷം ചെയ്യുകയാണ്. അപ്പോൾ എന്താണ് ചെയ്യാനായിട്ട് സാധിക്കുക? ഉള്ളിലെ വിശ്വാസങ്ങളും മൂല്യങ്ങളും അവന്റെ തന്നെ പ്രവർത്തികളും പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് സൈക്കോളജിയിൽ ഇതിനെ കൊഗ്നിറ്റീവ് ഡിസണൻസ് എന്നാണ് വിളിക്കുന്നത്.
എങ്ങനെയാണ് ഈ കൊഗ്നിറ്റീവ് ഡിസണൻസിനെ ഓവർകം ചെയ്യുക എന്നുള്ളത് ഞാൻ വീഡിയോയുടെ സൊല്യൂഷൻസ് പറയുന്ന ഭാഗത്തേക്ക് പറയുന്നുണ്ടായിരിക്കും. അതിനു മുമ്പ് നമുക്ക് അടുത്ത അടയാളങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അടുത്തതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്ന, ഒരു വ്യക്തി ആത്മീയ മേഖലയിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു വ്യക്തി വിജയിച്ചതിനെ കരുപ്പിടിപ്പിച്ചു പോകുന്ന സമയത്ത് അതൊരു ആത്മീയതയായിട്ടാണ് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ഉയർച്ചയിലേക്ക് പോകുന്ന സമയത്ത് അയാൾക്ക് തോന്നുകയാണ്, എനിക്കെല്ലാം തികഞ്ഞു, എനിക്ക് വേണ്ട വിശ്വാസമുണ്ട്, ഞാൻ വേണ്ടത്ര ശുദ്ധീകരണം പ്രാപിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്, എൻ്റെ മനസ്സിന് നല്ല വളർച്ചയുണ്ട്, എൻ്റെ ബുദ്ധിക്ക് വളർച്ചയുണ്ട്, എനിക്ക് സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്, ഞാൻ തികഞ്ഞതാണ്. അതുകൊണ്ട് ഇനി ഞാൻ പറയുന്ന തത്വങ്ങൾ, ഞാൻ വിശ്വസിക്കുന്ന മതം, എൻ്റെ വിശ്വാസങ്ങൾ, നീയും കൂടി അതിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. ഇതൊരു പുണ്യപ്രവൃത്തിയായി കണ്ടുകൊണ്ട് മറ്റുള്ളവനെ തൻ്റെ ബിലീഫ്സിലേക്ക് വലിച്ചിടാനായിട്ട് ശ്രമിക്കുന്ന ആളുകൾ സ്റ്റാഗ്നേഷൻ വന്ന ആളുകളാണ്. ആത്മീയമായിട്ടുള്ള വളർച്ചയിൽ മുരടിക്കൽ ഉണ്ടായിട്ടുള്ള ആളുകളാണ്. കാരണം അവർ തിരിച്ചറിയുന്നില്ല, ഫോഴ്സ് പ്രകാരമല്ല, അല്ലെങ്കിൽ ശക്തി ഉപയോഗിച്ചല്ല വേറെ ഒരുത്തനെ തൻ്റെതായിട്ടുള്ള വിശ്വാസ സംഹിതകളിലേക്ക് അടുപ്പിക്കേണ്ടത്, ബൈ ഇൻസ്പിരേഷൻ ആണ്. അല്ലെങ്കിൽ അവർക്കത് കണ്ടുകൊണ്ട് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം അവർ ആത്മീയതയിലേക്ക് വരേണ്ടത് എന്നുള്ളത് ഇവർക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ല. ഉപരിപ്ലവമായിട്ടുള്ള അല്ലെങ്കിൽ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഒരുപാട് വിശ്വാസങ്ങളും കപടഭക്തിയും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ വ്യക്തികൾ വെള്ളയടിച്ച കുഴിമാടങ്ങളായി മാറാനുള്ള സാധ്യതയും വളരെ അധികമാണ്. ഈ സ്റ്റാഗ്നേഷൻ പോയിന്റിൽ നിന്ന് താഴേക്ക് പോയി കഴിഞ്ഞാൽ അയാൾ ഒരു സാധാരണക്കാരനായിട്ട് ജീവിച്ച് മരിക്കുകയാണ് ചെയ്യുക എന്നുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സൂപ്പർഫിഷ്യാലിറ്റിയിലൂടെയല്ല, ഇൻസ്പിരേഷനിലൂടെയാണ് മറ്റുള്ളവരെ വെളിച്ചത്തിലേക്ക് നയിക്കേണ്ടത് എന്നുള്ളതാണ്. ഡോണ്ട് ഫോഴ്സ് എനിവൺ. നിങ്ങളുടെ ജീവിതം കാണട്ടെ, നിങ്ങളുടെ വിളക്കിന്റെ വെളിച്ചം കാണുന്നത് വഴി മറ്റുള്ളവർക്ക് ഉപകാരം ഉണ്ടാകട്ടെ. അടുത്തതായിട്ടുള്ള ഒരു സ്പിരിച്വൽ അല്ലെങ്കിൽ മൈൻഡ് ട്രാപ്പാണ് മീനിങ്ലെസ്നെസ് എന്ന് പറയുന്നത്. ഒരു അർത്ഥവും തോന്നാത്ത അവസ്ഥ, ജീവിതത്തിൽ ശൂന്യത ഉണ്ടാകുന്നതായിട്ടുള്ള അവസ്ഥ, ഇനി എന്ത് ചെയ്യണമെന്നോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലോ അർത്ഥം കണ്ടെത്താൻ സാധിക്കാത്തതായിട്ടുള്ള അവസ്ഥ, ഓരോ മൊമെന്റിനെയും എങ്ങനെ തെരഞ്ഞെടുത്തുകൊണ്ട് പെർഫെക്റ്റ് ആകണം, ബ്യൂട്ടിഫുൾ ആകണം, ഉപകാരപ്രദമാക്കണം ഓരോ ദിവസങ്ങളും എന്നൊക്കെയുള്ള ചിന്തകൾ ഈ സമയത്ത് നമുക്ക് കടന്നു പോവുകയില്ല. നമുക്ക് സോഴ്സുമായിട്ടുള്ള കണക്ഷൻ വിട്ടുപോയതായിട്ട് തോന്നും. വിശ്വാസങ്ങൾ വരെ സ്വയം ചോദ്യം ചെയ്യുന്നതായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വരും. അവനവന്റെ ഉള്ളിലെ വിശ്വാസങ്ങളെ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള അവസ്ഥ, വാലിഡേഷൻ കാണാൻ പറ്റാത്തതായിട്ടുള്ള അവസ്ഥ. ഈ സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള പരിഹാരങ്ങളിൽ ഞാൻ പറയാം. പക്ഷെ ഇത് അടുത്തതായിട്ടുള്ള ഒരു ലക്ഷണമാണ് ഈ അർത്ഥശൂന്യത, അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന അർത്ഥശൂന്യമായിട്ടുള്ള ജീവിതം എന്നുള്ളത്. വളരെ വേദനാജനകമായിട്ടുള്ള ഒരു അവസ്ഥയാണിത്. ഒരു പടിയിൽ നിന്ന് അടുത്ത പടിയിലേക്ക് പോകാൻ പറ്റാതെ ആ വ്യക്തി കുടുങ്ങിക്കിടക്കുകയും അവൻ പോലും അറിയാതെ അവൻ താഴേക്ക് നിലം പതിക്കുന്നതായിട്ടുമുള്ളതായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ മീനിങ്ലെസ്നെസ് എന്ന് പറയുന്നത്. ഇന്ന് ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു വാചകമാണ്, പിണക്കം നീട്ടരുത്, കാരണം ശ്വാസം എത്ര നേരമാണെന്ന് അറിയില്ല. ഈ പിണക്കത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സ്നേഹിക്കാനുള്ള അവസരങ്ങൾ, അതുപോലെ തന്നെ ഓരോ ദിവസങ്ങളിലും കർമ്മം ചെയ്യാനുള്ള അവസരങ്ങൾ മനുഷ്യൻ നഷ്ടപ്പെടുത്തുന്നതായിട്ടുള്ള അവസ്ഥയാണ് നെക്സ്റ്റ് ആയിട്ടുള്ള സ്പിരിച്വൽ അല്ലെങ്കിൽ മൈൻഡ് ട്രാപ്പ് എന്ന് പറയുന്നത്. അവോയ്ഡിങ് എവറിഡേ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് പോസിബിലിറ്റീസ് ടു ഡു ആൻഡ് ലവ്. ഇത് നിരാകരിക്കുന്ന സമയത്ത് മനുഷ്യൻ അവന്റെ ഈ ഭൗതികമായിട്ടുള്ള ജീവിതത്തിന്റെ വിലപ്പെട്ട ഓരോ നിമിഷങ്ങളും കൊഴിഞ്ഞു പോവുകയാണ്. വളരെ ഷോർട്ടായിട്ടുള്ള ഒരു ജീവിതത്തിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കാതെ സമയം വേസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതവനെ അടുത്തതായിട്ടുള്ള ആത്മീയ കണിയായിട്ടുള്ള ഐസൊലേഷൻ വിഡ്രോവലിലേക്ക് നയിക്കും. അതായത് ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥ, ഒന്നിലേക്കും പോകാൻ കഴിയാതെ, ഒന്നും ചെയ്യാൻ പറ്റാത്തതായിട്ട് വിഡ്രോവലായിട്ട് ഉള്ളിലേക്ക് ഉൾവലിഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥ. ഇതൊരു ഇരുട്ടിന്റെയും വേദനാജനകവുമായിട്ടുള്ള അവസ്ഥയാണ്. മാനസിക പ്രശ്നങ്ങളായിട്ടുള്ള ഡിപ്രഷൻ പോലുള്ള അവസ്ഥകളിലേക്ക് വരെ ഇത് വഴിതെളിച്ചു കൊണ്ടുപോകും എന്നുള്ളതാണ് വേണ്ട രീതിയിൽ പരിഹരിച്ചില്ലെങ്കിൽ. ഈ ഒരു സ്റ്റേജിലേക്ക് എത്തുന്ന സമയത്ത് അത്ഭുതങ്ങൾ കാണാനുള്ള ആകാംക്ഷ കുറയുകയാണ്. ക്യൂരിയോസിറ്റി അബൌട്ട് വണ്ടർ എന്ന് പറയുന്നത് ഉള്ളിൽ ഇല്ലാണ്ടാവുകയാണ്. ആ സമയത്ത് അവന്റെ കമ്പാഷൻ, മറ്റുള്ളവരോടുള്ള ദയവും മറ്റുള്ളവരോടുള്ള ബന്ധത്തിന്റെ വാന്തും ഒക്കെ ഇല്ലാണ്ടാവുകയാണ്. തനിക്ക് സന്തോഷം തരുന്നത് മറ്റുള്ളവരാണ് എന്ന് പ്രതീക്ഷിച്ച് നിരാശയുടെ ഒരു പടുകുഴിയിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയാണിത്. ഇവിടെ തിരിച്ചറിയേണ്ടത് അവനവന്റെ സന്തോഷം അവനവനിൽ നിന്ന് തന്നെയാണ് കണ്ടെത്താൻ പറ്റുക എന്നുള്ളതാണ്. ഈ സന്തോഷം മറ്റുള്ളവരിൽ നിന്ന് എടുക്കാൻ വേണ്ടിയല്ല, ഉള്ളിലെ സന്തോഷം മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഈ ജന്മത്തിൽ ഇവിടെ വന്നിരിക്കുന്നതും എന്നതാണ്. അടുത്തതായിട്ടുള്ള ഒരു സ്പിരിച്വൽ അല്ലെങ്കിൽ മൈൻഡ് ട്രാപ്പ് എന്ന് പറയുന്നത് റൊട്ടീൻസ് അല്ലെങ്കിൽ ഹാബിറ്റ്സ് വിത്തൗട്ട് മീനിങ് ആണ്. എന്തിനു വേണ്ടിയാണ് ഞാൻ ദിവസവും ഈ പറയുന്ന റിച്വൽസ് അല്ലെങ്കിൽ ഭക്തിപരമായിട്ടുള്ള റിലീജിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാകാതെ, അതിന്റെ അർത്ഥം ഉൾക്കൊള്ളാതെ ചെയ്യുന്നതായിട്ടുള്ള ഒരവസ്ഥ. അതുപോലെ തന്നെ മറ്റുള്ളവരെ വിധിക്കുന്ന ഒരവസ്ഥ. ഞാൻ ഇങ്ങനെയാണ്, മറ്റുള്ളവരെ ഇതിന്റെ അടിസ്ഥാനത്തിൽ വിധിക്കുകയാണ്. മോസ്റ്റ് ഓഫ് ദ ടൈം നാം മറ്റുള്ളവരെ വിധിക്കുന്ന സമയത്തും നമ്മുടെ ഉള്ളിലെ തന്നെ റിഫ്ലക്ഷൻ ആണ് നമുക്ക് അവരിൽ കാണാനായിട്ട് സാധിക്കുന്നത്. കാരണം സബ്ജക്റ്റീവായിട്ടുള്ള ഇൻട്രോസ്പെക്റ്റീവായിട്ടുള്ള
ആയിട്ടുള്ള ഒരു ഫെനമനോളജിക്കൽ എക്സ്പീരിയൻസിന്റെ പുറത്താണ് നമ്മൾ പുറം ലോകത്തെ കണ്ട് അതിന്റെ കൺസ്ട്രക്ട്സ് അല്ലെങ്കിൽ സ്കീമാസ് നമ്മുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്നത്. അടുത്തതായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് എന്ത് കാര്യത്തിനും പുറത്തുനിന്നുള്ള ഉത്തരങ്ങൾ, പുറത്തുനിന്നുള്ള വാലിഡേഷൻസ് അന്വേഷിക്കുക എന്നുള്ളതാണ്. ഗുരു ട്രിപ്പ് എന്ന് ന്യൂ ഏജ് സ്പിരിച്വാലിറ്റിയിൽ ചിലർ ഇതിനെ വിളിക്കാറുണ്ട്. അതായത് ഒരു ഗുരു ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതേ ഇല്ല. ഗുരു എന്ന് പറയുന്നത് അവനവന്റെ ഉള്ളിലെ ഈശ്വര ചൈതന്യത്തിലൂടെ ഹയർ സെൽഫുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. എപ്പോഴും പുറത്തുനിന്ന് ഒരു ഗുരുവിൽ നിന്നോ ഗുരുക്കന്മാരിൽ നിന്നോ ഓരോ ചെറിയ കാര്യങ്ങൾക്കും അർത്ഥങ്ങൾക്കും മീനിങ്ങുകൾ അല്ലെങ്കിൽ ഇന്റർപ്രിട്ടേഷൻസ് ഓർ വാലിഡേഷൻസ് കിട്ടിക്കൊണ്ടേയിരിക്കണം. അതും ഒരു സ്പിരിച്വൽ ട്രാപ്പാണ് അമിതമായി മാറുന്ന സമയത്ത്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു പുറത്തുനിന്നും മറ്റ് സാഹചര്യങ്ങളിൽ നിന്നുമുള്ള അറ്റാക്സ് വരും മനുഷ്യനെ കീഴ്പ്പെടുത്തുന്ന രീതിയിലുള്ളത് എന്ന്. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലെ മൃഗീയമായിട്ടുള്ള വാസനകളെയാണ് അടുത്തതായിട്ട് കീഴ്പ്പെടുത്തേണ്ടത്. കടുവകൾ ഉൾപ്പെടെയുള്ള വന്യജീവികളെ മെരുക്കാനും നിയന്ത്രിക്കാനും പ്രത്യേകമായിട്ടുള്ള ആത്മീയ സിദ്ധി ഉണ്ടായിരുന്നു എന്ന് വിശ്വസിച്ചു പോന്ന കടുവാസ്വാമിയുടെ അടുത്ത് നിന്ന് കടുവാസ്വാമിയുമായിട്ട് ബന്ധപ്പെട്ട് ശ്രീ പരമഹംസ യോഗാനന്ദയ്ക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഈ സിദ്ധികൾ അദ്ദേഹത്തിന് എങ്ങനെ ലഭിച്ചു എന്നുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം കൊടുക്കുന്ന ഒരു മറുപടി എന്ന് പറയുന്നത്, പുറത്തുള്ള വന്യമൃഗങ്ങളെയല്ല, ഉള്ളിലുള്ള മനസ്സിലുള്ള മൃഗീയമായിട്ടുള്ള വാസനകളെയാണ് ഒരുവൻ ആദ്യം കീഴടക്കേണ്ടത് എന്നതാണ്. അടുത്തതായിട്ടുള്ളത് അത്ഭുതങ്ങൾ നടന്നു കാണുവാനായിട്ട്, ഭാഗ്യങ്ങൾ സംഭവിക്കുന്നത് കാണാനായിട്ടുള്ള ഡിസയർ ആണ്. എന്തെങ്കിലും ഒരു അത്ഭുതം തനിക്ക് സംഭവിക്കുന്നത് വഴിയാണ് തനിക്ക് ആത്മീയമായിട്ടുള്ളതോ അല്ലെങ്കിൽ ജീവിതത്തിലോ വളർച്ച ഉണ്ടാകുന്നത് എന്നുള്ളത് ചില ആളുകളെങ്കിലും വിശ്വസിച്ച് അതിന്റെ ആ ട്രാപ്പിലേക്ക് വീഴാറുണ്ട്. ഏതെങ്കിലും ഒരു ഗുരുവിൽ നിന്ന് കുണ്ടലിനി ശക്തി അവയേക്കാവുമെന്നോ, ഒരു ഗുരു തന്നെ തേടി വരുമെന്നോ, അല്ലെങ്കിൽ തന്റെ സോൾമേറ്റോ ട്വിൻ ഫ്ലെയിമോ തന്നിലേക്ക് വരുന്ന സമയത്ത് ജീവിതം മെച്ചപ്പെടും എന്നൊക്കെയോ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും വളരെ തെറ്റായിട്ടുള്ള ഒരു കെണിയാണിത്. ആ സമയത്ത് അത്ഭുതങ്ങൾ നടക്കുകയില്ല. അത്ഭുതങ്ങൾ നമ്മൾ തന്നെ നടത്തേണ്ടതാണ്. നമ്മുടെ ഇച്ഛാശക്തി കൊണ്ടും നമ്മുടെ ഭാവന കൊണ്ടും വിഷ്വലൈസേഷൻ കൊണ്ടും അബോധ മനസ്സിന്റെയും അബോധ തലങ്ങളുടെയും ശക്തികൾ ഉപയോഗിച്ച് എന്നുള്ളത് സ്വയം മനസ്സിലാക്കി കഴിയുന്നവർക്ക് ഈ ട്രാപ്പിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് പോകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വളരെ പെട്ടെന്നുള്ള ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകണമെന്ന് കാക്ഷിക്കുന്നത് മറ്റൊരു സ്പിരിച്വൽ ട്രാപ്പാണ്. അതായത് എനിക്ക് പെട്ടെന്ന് മാറ്റം വരണം, പെട്ടെന്ന് വിജയമുണ്ടാകണം. തീർച്ചയായിട്ടും ഈ പ്രകൃതിയിൽ ഒരു കാര്യവും പെട്ടെന്ന് നടക്കുന്നില്ല. എല്ലാം അതിൻ്റെതായിട്ടുള്ള ഡിവൈൻ ടൈമിങ്ങിനനുസരിച്ചിട്ടാണ് പ്രകൃതി സഞ്ചരിക്കുന്നത്. അപ്പൊ നമ്മൾ അതിനെതിരെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ അതിനുവേണ്ടി ഉത്തരം ലഭിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ പരമ്പരാഗതമായിട്ടുള്ള മൂല്യങ്ങളെയും സദാചാരത്തിനെയും ഒക്കെ അടിച്ചമർത്തി കാറ്റിൽ പറത്തുന്നതായിട്ടുള്ള അവസ്ഥകളുണ്ട്. ട്രഡീഷണൽ വാല്യുവിനെ ഇത്തരത്തിൽ പെട്ടിയിലാക്കുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് താങ്കൾ ഇമ്മച്വർ ആയിട്ടുള്ള ഒരു റവല്യൂഷണറി ആയിരിക്കുകയാണ് എന്നുള്ളതാണ്. അതായത് പക്വത എത്താത്തതായിട്ടുള്ള വിപ്ലവകാരി വളരെ അപകടകാരിയും വിഡ്ഢിക്ക് തുല്യനുമാണ്. അവൻ സ്വയവും മറ്റുള്ളവർക്കും അപകടമായി തീരുകയും നാശമുണ്ടാക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് ഈ സ്പിരിച്വൽ ട്രാപ്സിന്റെ അല്ലെങ്കിൽ മൈൻഡ് ട്രാപ്സിന്റെ സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമതായിട്ട് വേണ്ട കാര്യം എന്ന് പറയുന്നത് മാറ്റത്തിനെ ഉൾക്കൊള്ളുക എന്നതാണ്. ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മാറ്റം അനിവാര്യമായിട്ടുള്ള സമയങ്ങളിൽ മാറ്റത്തിനെ ഉൾക്കൊള്ളുക. എൻ്റെ മനസ്സിന് മാറ്റം ആവശ്യമാണെങ്കിൽ, എൻ്റെ ചിന്തയുടെ സ്റ്റാൻഡേർഡ് കൂടുതൽ റൈസ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ, ശാരീരികമായിട്ട് അല്ലെങ്കിൽ ഭൗതികമായിട്ടോ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നോ മാറേണ്ടതുണ്ടെങ്കിൽ, ഈ പറയുന്ന വരാനിരിക്കുന്ന വലിയ ആത്മീയമായിട്ടുള്ള ട്രാൻസ്ഫോർമേഷനെ ഉൾക്കൊള്ളാനായിട്ട് കൂടുതൽ കരുത്തോടുകൂടി മാറ്റത്തിനെ പുൽകുക, ഉൾക്കൊള്ളുക എന്നത് തന്നെയാണ്. കാരണം ഈ പ്രപഞ്ചത്തിൽ മാറാത്തതായിട്ട് ഒന്നേ ഉള്ളൂ, അത് മാറ്റം മാത്രമാണ് എന്നുള്ളത് പല സമയത്തും നമ്മൾ അടിവരയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. നെക്സ്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ സ്കില്ല് തന്നെയാണ്. റെസിലിയൻസ്. വീണിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേക്കാനുള്ള ഒരു മനസ്ഥിതി നമുക്കുണ്ടായിരിക്കണം. അങ്ങനെ ഉയർത്തെഴുന്നേക്കുന്ന ആളുകൾക്ക് മാത്രമാണ് വിജയമുള്ളതും അടുത്ത സ്റ്റെപ്പിലേക്ക് കയറിപ്പോകാനായിട്ടും സാധിക്കുന്നത്. അവരെയാണ് പ്രപഞ്ചം ഫിറ്റസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. പുതിയതായിട്ടുള്ള സാഹചര്യത്തിനോടുകൂടി അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ജീവികൾക്കാണ്, അല്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ളവർക്കാണ് പ്രകൃതി പോലും അടുത്തതായിട്ടുള്ള ഘട്ടത്തിലേക്കുള്ള പരിണാമത്തിലേക്ക് സ്വീകരിക്കുന്നത്. കോഗ്നിറ്റീവ് ഡിസോണൻസ്, അതായത് സ്വന്തം മൂല്യങ്ങളും പ്രവർത്തികളും തമ്മിൽ അടിക്കുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടത് പോസിറ്റീവായിട്ടുള്ള മൂല്യങ്ങൾ, വാല്യൂസിനെയാണ് മുറുകെ പിടിക്കേണ്ടത്. അതിനെ ത്രെട്ട് ചെയ്യുന്നതായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ആ മനസമാധാനക്കേട്, കൊഗ്നിറ്റീവ് ഡിസോണൻസ് ഉണ്ടാക്കാൻ കാരണമാകുന്നതായിട്ടുള്ള പ്രവൃത്തിയെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. സ്വയം ഇത് സാധിക്കുന്നില്ലെങ്കിൽ ഒരു മനഃശാസ്ത്രജ്ഞന്റെ സപ്പോർട്ടോ ലൈഫ് കോച്ചിന്റെ സഹായമോ ആരായുന്നതിൽ തെറ്റൊന്നുമില്ല. അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സെൽഫ് ഇവാലുവേഷൻ ആണ്. ഞാൻ എവിടെ ആയിരിക്കുന്നു, എൻ്റെ കഴിഞ്ഞു പോയ കാലത്തെ പ്രവൃത്തികൾ
അതിന്റെ പരിഹാരവും പ്രായശ്ചിത്തവും ഞാൻ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടോ? എൻ്റെ ഉള്ളിലെ ഗിൽറ്റ് അതിന്റെ നിലവാരം എവിടെ എത്തിയിരിക്കുന്നു? ഞാൻ ആസ് എ ഹ്യൂമൻ ബീയിങ് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും ഒരു മനുഷ്യത്വത്തോടു കൂടി ചെയ്യേണ്ടതായിട്ടുള്ള ഉന്നതമായിട്ടുള്ള അവസ്ഥയിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടോ? എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? അറ്റ്ലീസ്റ്റ് എനിക്ക് എൻ്റെ തന്നെ കാര്യത്തിൽ ടേക്ക് കെയർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഈ സെൽഫ് റിഫ്ലക്ഷൻ ഇടയ്ക്ക് നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ആ സമയത്ത് നമ്മുടെ ഉള്ളിലെ മുറിവുകൾ ഉണക്കാനായിട്ടുള്ള ഇന്നർ ഹീലിംഗും നടത്തേണ്ടതായിട്ടുണ്ട്. ധ്യാനത്തിലൂടെയും യോഗയിലൂടെയും ഒക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ചിലപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലായിരിക്കുന്നവരോട് സംസാരിക്കുന്നത് പോലും ഒരു ഹീലിംഗിലേക്ക് വഴിവെക്കും എന്നുള്ളതാണ്. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഹീലിംഗ് കിട്ടുന്നത് അവർ എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ടായിരിക്കണമെന്നില്ല. നിങ്ങൾ തന്നെയാണ് നിങ്ങളെ ഹീൽ ചെയ്യുന്നത്. ആ കാര്യങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഭാരം ഇറക്കി വെച്ചതുപോലെ തോന്നുന്നത് കൊണ്ട് തന്നെ അത് വളരെയധികം ഗുണം ചെയ്യും എന്നുള്ളതാണ്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ പുറത്തു നിന്നുള്ള അപകടങ്ങളും ഉള്ളിൽ നിന്നുള്ള മൃഗീയ വാസനകളെയും കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ് അടുത്തതായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. ഇതിനെക്കുറിച്ച് ആരംഭത്തിൽ വിശദീകരിച്ചതുകൊണ്ട് ഒരു കാര്യം മാത്രം കൂട്ടിച്ചേർക്കുകയാണ്. നമ്മൾ ശാന്തമായിക്കൊണ്ട് ഡീൽ ചെയ്യുക എന്നുള്ളതാണ്. ബാലൻസ് ആണ് ഇതിന്റെ മരുന്നെന്ന് പറയുന്നത്. ബാലൻസ് ആയിക്കൊണ്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് ധൃതി വെക്കാതെ സമയത്തിനെ ഏറ്റവും വലിയ ഹീലറായിട്ട് കണ്ടുകൊണ്ട് നമ്മൾ ആ രീതിയിൽ കാമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് അതിന് പരിഹാരം ഉണ്ടാവുക തന്നെ ചെയ്യും. എപ്പോഴാണോ ഇമോഷൻ ഓവർറോൾ ചെയ്യുന്നത് ആ സമയത്താണ് നമുക്ക് വ്യക്തികളെയും സാഹചര്യങ്ങളെയും വൃത്തിയായിട്ട് ഡീൽ ചെയ്യാൻ പറ്റാതെ വരുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ബുദ്ധി, ദൈവം തന്നിരിക്കുന്നതായിട്ടുള്ള ബോധത്തിനെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ ടാക്കിൾ ചെയ്യുക. അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ഗുണത്തിൽ വരുന്നതാണോ നിങ്ങളുടെ പ്രവർത്തികൾ? നിങ്ങൾക്കോ നിങ്ങളുടെ ചുറ്റിനുള്ളവർക്കെങ്കിലും അത് ഗുണകരമായിരിക്കണം. അതുകൊണ്ട് നല്ലത് ചെയ്യുകയും അതിനോടൊപ്പം തന്നെ ഒതന്റിക് ആയിട്ടുള്ള സ്പിരിച്വൽ ഗ്രോത്ത് സീക്ക് ചെയ്യുകയും വേണം. യഥാർത്ഥ ആത്മീയത എന്താണ്? അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും വഴിയിലൂടെ പോകുന്നതിന് പകരം മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഭൗതികതയിൽ ഊന്നിയിട്ടുള്ള വിശ്വാസങ്ങൾക്ക് പുറകെ പോകുന്നതിന് പകരം അത്തരത്തിലുള്ളതിനെ നമുക്ക് ആത്മീയത എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കുകയില്ല. സ്പിരിച്വൽ മെറ്റീരിയലിസം ഇറ്റ് സെൽഫ് ഈസ് എ ട്രാപ്പ് എന്നുള്ളതാണ്. അതിൽ നിന്ന് ഓവർകം ചെയ്തുകൊണ്ട് ആത്മീയത എന്ന് പറയുന്നത് ഉന്നമനത്തിന്റെ പദ്ധതിയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ആത്മീയമായിട്ട് പുരോഗമിക്കും തോറും ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങളും മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും. നെക്സ്റ്റ് ഈസ് അബൌട്ട് ഇന്റഗ്രിറ്റിയും ടോളറൻസും ആണ്. മറ്റുള്ളവന്റെ വിശ്വാസങ്ങളെ കേൾക്കാനും അക്സെപ്റ്റ് ചെയ്യാനും ഉള്ള കഴിവ്. അവൻ വിശ്വസിക്കുന്നത് പോലെ വിശ്വസിക്കണമെന്നല്ല പറയുന്നത്. നിങ്ങളുടെ വിശ്വാസം അവന്റെ മേൽ അടിച്ചേൽപ്പിക്കുകയോ അവൻ്റേത് നിങ്ങളുടെ മേൽ അങ്ങനെ സംഭവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. എല്ലാത്തിൽ നിന്നും നല്ലത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നവയുഗത്തിന്റെ ആത്മീയതയുടെ ഏറ്റവും വലിയ രഹസ്യം. അതുകൊണ്ട് ഇത് മതങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്നില്ല, എല്ലാത്തിനെയും ഒരുമിച്ച് നിർത്തുകയാണ് ചെയ്യുന്നത്. എല്ലാത്തിലെയും നല്ലതിനെ മാത്രം സ്വീകരിക്കുന്നു. നല്ലത് സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ സത്യം കൊണ്ടൊന്ന് തകർന്നു പോവുകയാണെങ്കിൽ അങ്ങനെ തകർന്നു പോകുന്നത് തകർന്നു പോയിക്കൊള്ളട്ടെ. അതുകൊണ്ട് മർക്കടമുഷ്ടികളില്ലാതെ കടുംപിടുത്തങ്ങളില്ലാതെ നമ്മൾ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. അതിനായിട്ട് നമ്മൾ എപ്പോഴും ലേണിംഗ് ആൻഡ് എക്സ്പ്ലോറേഷൻ ചെയ്തുകൊണ്ടിരിക്കേണ്ടിയിരിക്കുന്നു, പഠിച്ചുകൊണ്ടിരിക്കേണ്ടിയിരിക്കുന്നു, എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കേണ്ടിയിരിക്കുന്നു. മതങ്ങളെ, ആത്മീയതയെ, ചരിത്രത്തിനെ, സംസ്കാരങ്ങളെ ഒക്കെ നമ്മൾ എപ്പോഴും വിശകലനം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ സ്വീകരിച്ചവർക്ക് അവസാനത്തെ ബോണസ് അല്ലെങ്കിൽ ഏറ്റവും വലിയ രഹസ്യം എന്ന് പറയുന്നത് നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന ചലഞ്ചസ്, ത്രെഡ്സ്, വീഴ്ചകളെയൊക്കെ വളരാനുള്ള ഓപ്പർച്യൂണിറ്റീസ്, പോസിബിലിറ്റീസ് അത് കണ്ടെത്തിക്കൊണ്ട് വിനിയോഗിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടാകുന്ന ആളുകൾക്ക് പരാജയം എന്ന് പറയുന്ന ഒരു സംഗതിയില്ല. എല്ലാ പരാജയങ്ങളും പഠനവും അടുത്ത സ്റ്റെപ്പിലേക്കുള്ള വളർച്ചയുമാണ്. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഉള്ളിലെ തന്നെ ആത്മീയവും മാനസികവുമായിട്ടുള്ള കെണികൾ മനസ്സിലാക്കുവാനും എങ്ങനെയാണ് അതിനെ ബൗദ്ധികമായിട്ടും ആത്മീയമായിട്ടും മാനസികമായിട്ടും ഒക്കെ നേരിടാൻ സാധിക്കുന്നത് എന്നുള്ളതും മനസ്സിലാക്കാനായിട്ട് സാധിച്ചുവെന്നും അത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പോലും അറിയാതെ വർക്ക് ചെയ്യാൻ പാകത്തിന് മനസ്സിലേക്ക് എൻ്റെ വാക്കുകൾ, എൻ്റെ ശബ്ദത്തിലൂടെ നിങ്ങൾ ഉൾക്കൊണ്ടുവെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആസ് എ ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് എൻ്റെ ഈ ശബ്ദബീജകൾ നിങ്ങളിലൂടെയും നിങ്ങളുടെ പ്രവൃത്തിയിലും മറ്റുള്ളവരിലേക്കും ഈ പ്രപഞ്ചം മുഴുവനും സഞ്ചരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ടും ഞാൻ നിർത്തുകയാണ്. നമസ്തേ.